ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ EMRS പരീക്ഷയുടെ Tier 1 റിസൾട്ട് ഔട്ടായിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഉദ്യോഗാർത്ഥികളോടൊക്കെ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്യുക. EMRS, PGT, TGT തുടങ്ങിയ പരീക്ഷകളിലേക്ക് Tier 1 എക്സാം ഡിസംബറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറിയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാം, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്ത്. അപ്പോൾ എന്താണ് കട്ട് ഓഫ്? ഓരോ വിഷയങ്ങളെ നമുക്കറിയാം, പല വിഷയങ്ങളിലേക്ക്, പല കാറ്റഗറികളിലേക്ക്, പല പോസ്റ്റുകളിലേക്ക് EMRS ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. Tier 1 എന്നുള്ളത് ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ആണ്. അതായത് Tier 1 പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് Tier 2 എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ Tier 2 എഴുതാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എക്സാം ആണ് Tier 1. അതായത് Tier 1 മാർക്ക് ഇനി എവിടെ കൺസിഡർ ചെയ്യില്ല? റാങ്ക് ലിസ്റ്റിന് കൺസിഡർ ചെയ്യില്ല. റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ Tier 2 മാർക്ക് മാത്രമാണ്. അതിൽ തന്നെയും PGT ആണെങ്കിലും TGT ആണെങ്കിലും Tier 2 മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അവിടെ ഇന്റർവ്യൂ ഇല്ല. അപ്പൊ Tier 2 നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നോ ആ മാർക്ക് തന്നെയാണ് എന്തായിട്ട് വരിക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് Tier 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കട്ട് ഓഫ്, Tier 1 കട്ട് ഓഫ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കറിയാം, കഴിഞ്ഞ തവണ വരെ ആദ്യമായിട്ടാണ് EMRS ഇത്തവണ 2 ടീയറുകളായിട്ട് പരീക്ഷ നടത്തിയിരുന്നത്, അല്ലെ? KB, PGT ഒക്കെ ഇത്തവണ അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മുൻപില്ലാത്ത ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ Tier 1 കട്ട് ഓഫ് ഒക്കെ ഏതൊക്കെ റേഞ്ച് വരും എന്നുള്ളതും കൂടെ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും EMRSന്റെ വെബ്സൈറ്റിൽ. അപ്പോൾ അത് നോക്കി പല വിഷയങ്ങളുടെ പല കാറ്റഗറികൾക്കുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി ഇനി വരുന്ന EMRS പരീക്ഷകൾക്കായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പോസ്റ്റിന്റെ കട്ട് ഓഫ് ഒക്കെയാണ്, പല അൺറിസർവ്ഡ്, EWS, OBC എന്നൊക്കെയുള്ള പല കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കൗണ്ടന്റ് പോസ്റ്റ്, PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, PGT ഇംഗ്ലീഷിന്റെ ഇത് Tier 1 കട്ട് ഓഫ് ആണ്. Tier 2 കാര്യങ്ങൾ, എക്സ്പെക്ടഡ് ഡേറ്റ്, അതുപോലെ തന്നെ എങ്ങനെ തയ്യാറെടുക്കണം, Tier 2 പാറ്റേൺ ഒക്കെ നമ്മൾ ഇതേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷിന്റെ അൺറിസർവ്ഡ് കട്ട് ഓഫ് 64.667 മാർക്കാണ്. ഇത് 100-ലെ കട്ട് ഓഫ് ആണ്. 100 മാർക്കിലെ നമുക്കറിയാം ആകെ പരീക്ഷ നടന്നത് 120 മാർക്കിലാണ്. ഇത് 20 എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ആണ്, ഇംഗ്ലീഷും ഹിന്ദിയാണ്. പക്ഷെ ബാക്കിയുള്ള 100 നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ വരുന്നത്. ആ 100-ൽ 64.667 മാർക്ക് വാങ്ങിച്ചവരാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ കട്ട് ഓഫിന്. അതിന് മേളിൽ വാങ്ങിച്ചവരാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതുപോലെ EWS ആണെങ്കിൽ 59, OBC 59, SC ST അങ്ങനെ എല്ലാ കാറ്റഗറികളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദിയുടെ അൺറിസർവ്ഡ് വരുന്നത് 62. അപ്പൊ എല്ലാ വിഷയങ്ങളും നോക്കിയാൽ ഏതാണ്ട് 60-ന് മുകളിലാണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. PGT ഹിന്ദി, അതിന്റെ PGT മാത്തമാറ്റിക്സ് അൺറിസർവ്ഡ് കട്ട് ഓഫ് 67. ഇത് നമ്പർ ഓഫ് വേക്കൻസികളോട് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. വേക്കൻസികൾ ഇത്ര ശതമാനം ആളുകളെയാണ് ഇവർ Tier 2 എടുക്കുക. അപ്പോൾ 67 മാർക്കാണ് PGT മാത്തമാറ്റിക്സിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. PGT കെമിസ്ട്രി 64.333 മാർക്കാണ് PGT കെമിസ്ട്രിയുടെ അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ്. EWS, OBC 59 വരും, SC 54, ST 46 തുടങ്ങിയ അങ്ങനെ പോകുന്നു. ദെൻ PGT ഫിസിക്സ്, EMRS PGT ഫിസിക്സിന്റെ അൺറിസർവ്ഡ് കട്ട് ഓഫ് 64.667 തന്നെയാണ് അൺറിസർവ്ഡ് കട്ട് ഓഫ് വരുന്നത്. ഈ 667 ഒക്കെ വരാൻ കാരണം എന്താ? നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെ? Tier 1 1/3 ആയിരുന്നു നെഗറ്റീവ് മാർക്ക്. OMR പരീക്ഷയായിരുന്നു, ഐ മീൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1/3 നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് 667,333 എന്നൊക്കെ വരുന്നത്. EWS, OBC, SC ST തുടങ്ങിയവരുടെയൊക്കെ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ PGT ബയോളജി അൺറിസർവ്ഡ് 66 മാർക്കാണ്. ദെൻ PGT ഹിസ്റ്ററിക്ക് അൺറിസർവ്ഡ് വരുമ്പോൾ ഏതാണ്ട് 62.667 മാർക്കാണ്. താഴോട്ടുള്ള കാറ്റഗറി നിന്ന് കാണാനായിട്ട് സാധിക്കും. ജോഗ്രഫിയുടെ കട്ട് ഓഫ് 64. കൊമേഴ്സ്, EMRS PGT കൊമേഴ്സിന്റെ അൺറിസർവ്ഡ് കട്ട് ഓഫ് 62.333. EWS 57, OBC 55.667, SC 51, ST 37 എന്നിങ്ങനെ പോകുന്നു. ദെൻ PGT എക്കണോമിക്സിൽ വരുമ്പോൾ അൺറിസർവ്ഡ് 58.667 ആണ് വരുന്നത്. PGT കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോൾ അൺറിസർവ്ഡ് 62 ആണ് PGT കമ്പ്യൂട്ടർ സയൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ദെൻ 54 EWS വരും, SC ST ഒക്കെ അങ്ങനെ പോകുന്നു. ദെൻ PGT ഹിന്ദി, പിന്നെ TGT മാർക്കാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ
സ്കോറാണ്. അപ്പോൾ ഇതും എല്ലാം TGT ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു PDF-ന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുവഴി നിങ്ങൾ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാം. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ തവണ ക്വാളിഫൈ ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ. അതല്ല ഇനി ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പോലും അടുത്ത തവണ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഈ ഒരു PDF നിങ്ങൾക്ക് പറഞ്ഞു തരും, ഏത് ലെവലിൽ നമ്മൾ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ടയർ 2 ആണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത പരീക്ഷ എന്ന് പറയുന്നത്. ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ച് Tier 2 ആണ് നമ്മുടെ മുന്നിലുള്ള പരീക്ഷ. എന്താണ് Tier 2-ന്റെ പാറ്റേൺ? ഞാൻ PGT-യുടെയും TGT-യുടെയും കാര്യം മാത്രമാണ് ഇവിടെ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. PGT-യും TGT-യും മാത്രമാണ്. അപ്പോൾ ഈ PGT-യുടെയും TGT-യുടെയും കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 100 മാർക്കിന്റെ പരീക്ഷയാണ് Tier 2-ലുള്ളത്. 100 മാർക്സ് ആണ് Tier 2-ലുള്ളത്. അതിൽ 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഈ 100 മാർക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 40 ക്വസ്റ്റ്യൻസ് ആണ് MCQ ടൈപ്പ് ഉള്ളത്. 40 ക്വസ്റ്റ്യൻസ് ആണ് MCQ ടൈപ്പ് ഉള്ളത്. 15 ചോദ്യങ്ങൾ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. നിങ്ങൾ ഇത്രയും കാലം MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് പഠിച്ചു വന്നത്. 40 ചോദ്യങ്ങൾ MCQ ആണ്. 40 ചോദ്യങ്ങൾക്ക് എത്ര മാർക്കാണ്? 40 മാർക്ക്. ഇനി 15 ചോദ്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ്. 15 ചോദ്യങ്ങൾക്ക് 60 മാർക്കുണ്ട്. ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസിന് ആണ് 60 മാർക്ക് വരുന്നത്. 15 ചോദ്യങ്ങൾക്ക് 60 എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് എത്രയാണ്? 4 മാർക്സ് അല്ലെ? 4 മാർക്സ് പെർ ക്വസ്റ്റ്യൻ. ഒരു ഡിസ്ക്രിപ്റ്റീവ് ചോദ്യത്തിന് 4 മാർക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ. Tier 2-ന്റെ എക്സാം പാറ്റേൺ ഇതാണ് എന്നുള്ള EMRS Tier 2-ന്റെ എക്സാം പാറ്റേൺ ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് MCQ-ന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ആ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/4 ആണ്. 1/4, അതായത് 0.25 മാർക്കാണ് നെഗറ്റീവ്. 1 മാർക്ക് പോസിറ്റീവ്, 0.25 മാർക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പൊ 15 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡിസ്ക്രിപ്റ്റീവിന് നെഗറ്റീവ് ഇല്ല, നോ നെഗറ്റീവ്. പക്ഷേ 4 മാർക്കാണല്ലോ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ എഴുതി അതിന് 4 മാർക്കാണുള്ളത്. അവിടെ മാർക്ക് കുറയും. എങ്ങനെ കുറയും? സ്ട്രക്ചർ കറക്റ്റ് അല്ലെങ്കിൽ കീവേഡുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ, നല്ലോണം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ 55 ചോദ്യങ്ങളാണ് ഉള്ളത്. 55 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ എത്ര നേരമാണ് നമുക്ക് കിട്ടുന്നത്? 3 മണിക്കൂർ. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുക. 180 മിനിറ്റ്. ഇതില് ഈ 180 മിനിറ്റിൽ ഒരു 40 MCQ അറ്റൻഡ് ചെയ്യാൻ 40 മിനിറ്റ് എടുക്കാവൂ, അല്ലെങ്കിൽ 40 മാക്സിമം 50 മിനിറ്റ്. ബാക്കിയുള്ള 120 മിനിറ്റ് അല്ലെങ്കിൽ 130 മിനിറ്റ് എന്തിനു വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം? ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്നത് നിങ്ങൾ നോർമലി യൂഷ്വലി ചെയ്യുന്നത് പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. വെറുതെ റീഡ് ചെയ്താൽ മാത്രം പോരാ, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഡെയിലി നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും 1-2 ചോദ്യങ്ങൾ നിങ്ങൾ ഇതിന്റെ സാമ്പിൾ ചോദ്യങ്ങൾ എടുത്ത് ജസ്റ്റ് എഴുതി നോക്കുക. പലപ്പോഴും നിങ്ങളിപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പല പരീക്ഷകൾക്ക്, നെറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും അതുപോലുള്ള പരീക്ഷകൾക്ക്. പക്ഷേ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് വരുന്നുണ്ട്, അതിന് 60 മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി നോക്കുക, വൃത്തിയായിട്ട് എഴുതി നോക്കുക. അപ്പൊ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യമാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവില് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ട്രക്ചർ? നമ്മൾ എഴുതുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. എഴുതുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. ദെൻ അതിനൊരു ബോഡി ഉണ്ടാവണം. ബോഡി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കണ്ടന്റ്, ചോദ്യത്തിനനുസരിച്ചുള്ള കണ്ടന്റ്. ആ ബോഡിയിൽ എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? ആ കീവേഡ്സ് എന്തായാലും ഉണ്ടാവണം. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ചോദ്യങ്ങൾക്കും പ്രത്യേകിച്ചുള്ള കീവേഡുകളുണ്ട്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് തന്നെ ഇടാം. കീവേഡ്സ് ഉണ്ടാവണം. അതായത് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വേർഡുകൾ, അതാണ് കീവേഡുകൾ ഉദ്ദേശിക്കുന്നത്. അതുണ്ടാവണം. അതിനാണ് പോയിന്റ്. ആ പോയിന്റിനാണ് മാർക്ക് കിട്ടുക. ദെൻ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലൊരു സംഗതിയായിട്ട് വരിക. ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. ദെൻ ഫ്ലോ ചാർട്ടുകളൊക്കെ വരയ്ക്കാൻ സാധിച്ചാൽ അത് അഡീഷണൽ മാർക്ക് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദെൻ ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം. അതിനുശേഷം എന്ത് വേണം? ഒരു കൺക്ലൂഷൻ കൂടെ നമുക്കിതിന് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നിങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഈ ബോഡിയിൽ ഈ പറഞ്ഞതുപോലെ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ മാർക്കിനെ
ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നല്ലൊരു ഇൻട്രഡക്ഷൻ, നല്ലൊരു ബോഡിയും നല്ലൊരു കൺക്ലൂഷനും ഓരോ ചോദ്യത്തിനും നിങ്ങൾ കൊടുക്കണം. ഇതിനെല്ലാം കൂടെ എത്ര നിങ്ങൾ വലിച്ചു വാരി എഴുതുകയേ ചെയ്യരുത്, ഷോർട്ട് ആൻസർ ആയിരിക്കണം. ഇത്രയും കൂടെ നമ്മളൊരു വളരെ ഷോർട്ട് ആൻസർ ആയിട്ട് വേണം എഴുതാൻ. ലോങ് ആൻസർ ഒരിക്കലും പാടില്ല. ലോങ് ആൻസർ വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ മാർക്കും കിട്ടില്ല, മറ്റു ചോദ്യങ്ങൾ എഴുതാനുള്ള സമയവും കിട്ടില്ല. അപ്പൊ ഇത്രയെല്ലാം കൂടെ ഒരു 120 അല്ലെങ്കിൽ 150 വേർഡ്സിനുള്ളിൽ നമ്മൾ ഒതുക്കണം. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അതായത് ഒരു 8-10 ലൈനുകൾക്കുള്ളിൽ ഈ ഓരോ ചോദ്യത്തിന്റെ ഉത്തരം ഒതുക്കണം. കാരണം 4 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത്. 4 മാർക്ക് അല്ലെ. അപ്പൊ ഈ 4 മാർക്ക് എഴുതാനായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റാണ് നമുക്ക് കിട്ടുക. 120 മിനിറ്റ് എന്ന് കണക്ക് കൂട്ടിയാൽ ഒരു 8 മിനിറ്റ് ആണ് ആവറേജ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാണ് ഡിസ്ക്രിപ്റ്റീവിന്റെ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി. ഇതാണ് എഴുതി പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒബ്ജക്റ്റീവ് പോലെ മാത്രം പോരാ, നമ്മൾ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിൽ നമുക്കത് വൃത്തിയായിട്ട് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകളൂടെ ഒന്ന് റെഫർ ചെയ്യുക. സിലബസ് ഉറപ്പായിട്ട് സിലബസ് നിങ്ങൾ നോക്കുക. സിലബസ് EMRSന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ സിലബസ് ഉറപ്പായിട്ട് റെഫർ ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. സിലബസ് അനുസരിച്ച് അത് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കിയ ശേഷം പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി എന്ന് വരും ഈ ടയർ 2 എന്ന് വരും എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപാട് വൈകാറില്ല. ഇപ്പോൾ ഫെബ്രുവരി ആയി, മിക്കവാറും മാർച്ചിൽ തന്നെ ഉണ്ടാവും. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഈ Tier 2 EMRS Tier 2 എക്സാം ഉണ്ടാവാനുള്ള എല്ലാവിധമായ സാധ്യതകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. EMRS പോലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.